ചില സ്റ്റോൺ ധരിക്കുമ്പോൾ അവർക്ക് ദോഷം ഉണ്ടാകാതിരിക്കുകയും അവർക്ക് കാര്യങ്ങളെ എളുപ്പമാക്കുകയും ചെയ്യണമെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് ആ കൃത്യമായിട്ടുള്ള സ്റ്റോൺ നമ്മൾ നൽകുന്നത്. പേഴ്സണാലിറ്റി നമ്പർ, ലൈഫ് പാത്ത് നമ്പർ, ഈ 2 നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് അവരുടെ കാര്യങ്ങൾ നമുക്ക് ഒരു പകുതിയിലധികം പറയാൻ പറ്റും. പിന്നെ അവരുടെ പേരിൻ്റെ എനർജി. അപ്പോൾ ഈ 3 നമ്പേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതല്ലേ, നമ്മളെ ഓരോരാളുടെയും പേരിൽ ഓരോരോ നമ്പറുകളാണ്. അപ്പോൾ അത് നമുക്ക് അനുകൂലമാകുന്ന കൃത്യമായിട്ടുള്ള ഭാഗ്യദായകമാകുന്ന ഒരു മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ന്യൂമറോളജി എന്ന് പറയുമ്പോൾ ഇപ്പൊ കലാരംഗത്തായാലും അതല്ല ഏത് മേഖലയിലാണെങ്കിലും കുറച്ച് ഉയർന്നു വന്ന് ഒരു ലെവലിൽ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ചിലപ്പോൾ സാറിനെ സമീപിക്കുമായിരിക്കും. അപ്പൊ ആ ടൈമിൽ സാറ് പറയുവാണ് പേര് ചേഞ്ച് ചെയ്യണം, പക്ഷെ ആ പേരിൽ ഓൾറെഡി രജിസ്റ്റർ ആയി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എൻ്റെ ഈ ഒരു എനർജി ലെവലിൽ മാറ്റം എന്തായാലും വരുത്തണം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എന്തായിരിക്കും നിർദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത്, നമ്മൾ ആദ്യം എന്തുകൊണ്ട് പേര് മാറ്റണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ നമ്മൾ ന്യൂമറോളജിയിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള അവരുടെ എനർജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് പേഴ്സണാലിറ്റി നമ്പർ, ലൈഫ് പാത്ത് നമ്പർ, ഈ 2 നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലാണ് അവരുടെ കാര്യങ്ങൾ നമുക്ക് ഒരു പകുതിയിലധികം പറയാൻ പറ്റും. പിന്നെ അവരുടെ പേരിൻ്റെ എനർജി. അപ്പോൾ ഈ 3 നമ്പേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേഴ്സണാലിറ്റി നമ്പർ, ലൈഫ് പാത്ത് നമ്പർ, നെയിം നമ്പർ. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഓരോ മാസവും വർഷത്തിലെ എല്ലാ ഡിജിറ്റും ഇമ്പോർട്ടൻ്റ് തന്നെയെങ്കിലും ഇതിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പേരിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന്. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ ഡേറ്റ് ഓഫ് ബർത്ത് ഒരാൾക്കും മാറ്റാൻ പറ്റില്ല അല്ലേ, ജനിച്ച സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. അത് ക്വസ്റ്റ്യൻ തന്നെ ചിരി വരും. അപ്പോൾ അതൊരിക്കലും നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ കാര്യം കൃത്യമായിട്ടുള്ള പേര് വെക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലോകത്തിലെ എവിടെയും നമ്മുടെ ഐഡൻറ്റിറ്റി ഇന്ന ഒരു സംഭവത്തിൽ അല്ലേ നമ്മളെ അടയാളപ്പെടുത്തുകയാണ് ഇന്ന പേരിൽ ഒരാളുടെ എനർജി വരിക. അപ്പോൾ അത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ്, പേരൊഴികെ നമുക്ക് വേറെ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലവർ വിചാരിക്കുന്നു നമ്മുടെ പേര് അത് ഏറ്റവും പ്രധാനപ്പെട്ടതുണ്ടല്ലോ, ഗവൺമെൻറ് ജോബൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പെൻഷനൊക്കെ വാങ്ങുന്നവർക്കും അങ്ങനെ കുറച്ച് നിയമത്തിന്റെ നൂലാമാല. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ ഒരു പേരിൽ തന്നെ അറിയപ്പെടാനാണ് താല്പര്യം. പക്ഷെ എനിക്കിപ്പം എൻ്റെ എനർജി ലെവൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പി അല്ല. അപ്പോൾ അതിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മൾക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു അൺലക്കി ആയിട്ടുള്ള ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്ന ഒരു സംഭവം കയ്യിൽ വെക്കുന്നതാണോ, അല്ല നമുക്ക് അത് കേൾക്കാനോ കാണാനോ സുഖമുള്ള ഒരു പേര് വെക്കുന്നതാണോ എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മൾക്ക് ഒരു ചെറിയ കഷ്ടപ്പാടുണ്ടാവും ചിലപ്പോൾ പേര് മാറ്റുമ്പോൾ, നമുക്ക് ജീവിതകാലം മുഴുവൻ, കാരണം എപ്പോഴും കൊണ്ടു കിടക്കേണ്ട ഒരു സാധനമാണ് ഇത്. പിന്നെ അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെല്ലിങ്ങിലുള്ള മാറ്റങ്ങൾ നോക്കാം. അത് ഇപ്പം സൂര്യ എന്നുള്ള പേരിൽ നമുക്ക് കണ്ടില്ല, ഒരു ഐ എക്സ്ട്രാ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഹിന്ദി സിനിമാ നടന്മാരെല്ലാവരും ന്യൂമറോളജി നോക്കിയിട്ട് സെറ്റ് ചെയ്യുന്നു. അതുപോലെ വലിയ വലിയ എല്ലാ ആൾക്കാരും, മമ്മൂട്ടി ആയാലും ആ ടി എന്നൊക്കെ കാണുമ്പോൾ സ്പെല്ലിങ് കാണുമ്പോൾ തന്നെ അറിയാം. ദുൽഖർ സൽമാൻ്റെ ഒരു എ കൂടി ആഡ് ചെയ്യുന്ന സൽമാൻ എന്നുള്ളതിൻ്റെ ഒരു എ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും പേര് ആ ന്യൂമറോളജി പ്രകാരം അവർ പെർഫെക്റ്റ് ആക്കി വെക്കും, അവർക്ക് ഇഷ്ടമുള്ള പേര് മാറ്റാതെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ, കാരണം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ളത് ചെയ്യാൻ. ഇനി നിങ്ങൾ ചോദിച്ച എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒഴിഞ്ഞു മാറുകയല്ല, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അതല്ലാതെ ഓപ്ഷൻ ഉണ്ട്. ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു രത്നക്കല്ലുകൾ നമുക്ക് അവർക്ക് നിർദ്ദേശിക്കാം. അപ്പോൾ അവരുടെ എനർജീനെ ഒന്നും കൂടി സോഫ്റ്റ് ആക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 8-ാം തീയതിയൊക്കെ ജനിച്ച, അല്ലെങ്കിൽ 8, 17, 26 അല്ലെങ്കിൽ 4ൻ്റെ എനർജിയിൽ അങ്ങനെയൊക്കെ ജനിച്ച കുറച്ച് ശക്തി കൂടിയ എനർജിയാണ്. അപ്പോൾ അതിനെ ഒന്ന് സോഫ്റ്റ്നെസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള രത്നങ്ങൾ അവർക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ രത്നങ്ങൾ വെച്ചുകൊണ്ട് പോകും. പിന്നെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതല്ലേ, നമ്മളെ ഓരോരാളുടെയും പേരിൽ ഓരോരോ നമ്പറുകളാണ്. അപ്പോൾ അത് നമുക്ക് അനുകൂലമാകുന്ന കൃത്യമായിട്ടുള്ള ഭാഗ്യദായകമാകുന്ന ഒരു മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെ സാമ്പത്തികപരമായിട്ടും ഇനി റിലേഷൻഷിപ്പിലും എല്ലാറ്റിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ നമ്പർ വെക്കുക. അത് മറ്റൊരു കാര്യമാണ്. അതുപോലെ വണ്ടി, ഇഷ്ടംപോലെ വാഹന സ്നേഹികളുണ്ട്, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്യുക, അവരുടെ വെഹിക്കിൾ നമ്പർ. അപ്പോൾ അത് അനുകൂലമാകും. കൂടുതൽ ആ ഒരു വാഹനം കൊണ്ട് അവർ യാത്ര ചെയ്യുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള
മറ്റേ ഏതോ സ്റ്റേറ്റ് ഹൗസിലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ യാത്രയുടെ സാധുതോദ്ദേശം സഫലമാകട്ടെ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഓരോ യാത്രക്കും അതേതായ ഒരു സാധുതോദ്ദേശം ഉണ്ടാവും. അപ്പോൾ അത് സഫലമാകും എന്നുള്ളതാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നമ്പറാണ് വെക്കുന്നത് എങ്കിൽ. അപ്പോൾ അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മനസ്സിലാക്കാനുള്ളതാണ് എന്തൊക്കെയാണ് അൺലക്കി ആയിട്ടുള്ള കാര്യം. നമുക്ക് ദോഷദായകമായിട്ട് വരുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്ത് ഒഴിവാക്കണം എന്ന് മനസ്സിലാവും. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ നമ്മളിതിപ്പോൾ എനർജിയാണ്, എനർജി ലെവലും എനർജി ബാലൻസിങ്ങും ആണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. ഇപ്പം എനർജി കൂടിയാൽ എന്താണ് വിഷയം? എനർജി കൂടിയാൽ അത് ഈ എനർജി കൂടിയ അവസ്ഥ തന്നെ മുകളിലേക്ക് പോകുന്നതും ശക്തമായി മുകളിലേക്ക് പോകും, താഴോട്ടാണെങ്കിലും ശക്തമായിട്ട് താഴോട്ട് പോകും. ഇത് രണ്ടിനും കുറച്ച് ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ ഈ എനർജറ്റിക് ഇപ്പം ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 8-9, ഞാൻ നേരത്തെ 8 എന്ന് പറഞ്ഞു, കാരണം അത് ശനിയുടെ എനർജിയാണ്, അത് കുറച്ച് പവർ കൂടുതലാണ്. അതുപോലെ 9 അത് ചൊവ്വയുടെ എനർജിയാണ്, അതിനും കുറച്ച് ശക്തി കൂടുതലാണ്. 1 അപ്പോൾ ഏതൊക്കെ ചില സംഖ്യകൾ വിരുദ്ധ സംഖ്യകൾ വരും ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ 2 സംഖ്യകളും അവർക്ക് ഉപദ്രവങ്ങളായിട്ടൊക്കെ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അവർക്ക് അതിനെ സോഫ്റ്റ്നെസ് ചെയ്യുന്ന എനർജിയാണ് അവർക്ക് വെക്കേണ്ടത്. ചിലവർക്കാണെങ്കിൽ തീരെ എനർജി ഉണ്ടാവില്ല. ഇപ്പം പിന്നെ പേഴ്സണാലിറ്റി നമ്പർ 2ൻ്റെ എനർജിയിൽ തന്നെ അവർക്ക് വേറെയുള്ള നമ്പറും അതുപോലെ പവർ കുറഞ്ഞതാണെങ്കിൽ അവർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എല്ലാ ചെറിയ കാര്യത്തിന് കൊണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ. പിന്നെ അവരുടെ ഇമോഷനൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് ശക്തമായിട്ടുള്ളൊരു പേരാണ് നൽകേണ്ടത്. അതേസമയം ഇതുപോലെ വെറും ശക്തി മാത്രമേ ഉള്ളവർക്ക് എന്താണ്, അവർക്ക് സോഫ്റ്റ്നെസ്സാണ് വേണ്ടത്. കാരണം ഇവർ എല്ലാം അഗ്രസീവോ അല്ലെങ്കിൽ എല്ലാറ്റിനും ഓവർ ഇതും കൊടുത്ത് എക്സ്പ്രഷനും കൊടുത്ത് കാര്യങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നത്തിലേക്ക് പോയി ചാടുള്ളൂ. അപ്പോൾ അവർക്ക് എല്ലാറ്റിനെയും സോഫ്റ്റ്നെസ് ആക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം കാര്യങ്ങളും അനുകൂലമായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഈ പേരിനെ ബാലൻസിങ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം പിന്നെ ശക്തി കുറയുമ്പോഴേക്കും നമുക്ക് ശക്തി കൂടിയ ലീഡർഷിപ്പ് എനർജി ഉള്ളത് നമ്മൾ കൊടുക്കും, അല്ലാത്തവർക്ക് അത് കുറവ് കൊടുക്കും. അപ്പോൾ എന്താണ് പേരിൻ്റെ ഇമ്പോർട്ടൻ്റ് മനസ്സിലായില്ലേ? പേരിൻ്റെ ഇമ്പോർട്ടൻ്റ് സാറേ, ഞാനത് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. എനർജി കൂടി നിൽക്കുന്നവർക്കാണ് രത്നക്കല്ലുകൾ ധരിപ്പിച്ച് അതിനെ സോഫ്റ്റ് ആക്കാന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്? അതെ, അല്ല സോഫ്റ്റ് ആക്കുക എന്നുള്ളതുണ്ട്. അതുപോലെ ഇപ്പം ചിലവർക്ക് ഇന്ദ്രനീലം ഒക്കെ രത്നങ്ങളൊക്കെ നൽകാം. ഇന്ദ്രനീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയാണ് ഇന്ദ്രനീലം രത്നം. അപ്പോൾ അത് സ്യൂട്ടല്ലാത്ത ഒരാൾ ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ദ്രനീലമൊക്കെ ധരിക്കുന്നവർ കൃത്യമായിട്ടുള്ള അതിൻ്റെ പിന്നെ പ്രൊഫഷനായിട്ടുള്ള അവരോട് ചോദിച്ചിട്ടേ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇന്ദ്രനീലം എന്നൊക്കെ അത് ഇന്ദ്രനീലം, വജ്രവും അതുപോലെയാണ്, ഡയമണ്ട് അതും അതുപോലെയാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ ന്യൂമറോളജിയിൽ എന്താണ്, ഇത്രയും പവർ ഉള്ളത് ഒഴിവാക്കിയിട്ട് 2ാം സ്ഥാനത്തുള്ള ഒരു കല്ലുകളുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ദോഷഫലങ്ങൾ ഇല്ലാതെ നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ദ്രനീലത്തിന് പകരമായിട്ട് അമിത്യേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോൺ ഉണ്ട്. അപ്പോൾ അത് ധരിക്കുമ്പോൾ ഇന്ദ്രനീലത്തിൻ്റെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. ഇത് ഇന്ദ്രനീലത്തിൻ്റെ ആ ദോഷങ്ങൾ ശക്തി കുറയുകയും ചെയ്യും. അപ്പം അതുപോലെ ഡയമണ്ടിന് പകരം പിന്നെ സിർക്കോൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റോൺ, ഡയമണ്ടിന് പകരം അത് മേടിക്കാൻ, അത് ഡയമണ്ടിനെ അറിയാലോ, വലിയ കാശുള്ള ഒരു സ്റ്റോണാണ്. അപ്പോൾ അതിൻ്റെ അതേ എനർജി കിട്ടുന്ന ഒരു സ്റ്റോണാണ് സിർക്കോൺ എന്ന് പറഞ്ഞ സ്റ്റോൺ. അപ്പോൾ അത് വേണമെങ്കിൽ ധരിക്കാവുന്നതാണ്. ഇനി അതുപോലെ പിന്നെ ശുക്രൻ്റെ എനർജീനെ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ എമറാൾഡ് ധരിക്കാം, ഓപ്പൽ എന്ന് പറഞ്ഞ സ്റ്റോൺ ധരിക്കാം. ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ചില സ്റ്റോൺ ധരിക്കുമ്പോൾ അവർക്ക് പിന്നെ ദോഷം ഉണ്ടാകാതിരിക്കുകയും അവർക്ക് കാര്യങ്ങളെ എളുപ്പമാക്കുകയും ചെയ്യണമെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ടാണ് ആ കൃത്യമായിട്ടുള്ള സ്റ്റോൺ നമ്മൾ നൽകുന്നത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.